എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റാണ് എടുക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്താ കോസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കോസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ഒരു വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനോട് കൂടിയിട്ട് വരുന്ന എന്തൊക്കെ എക്സ്പെൻസ് ആണോ ആ ഫേം മീറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഐറ്റത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ ടേം കോസ്റ്റ് സിംപ്ലി മീൻസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Okay, so it is an expense incurred in the production of goods. That means it is a sum of money expense incurred by a firm in order to produce a commodity. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എന്തൊക്കെയാണോ കോസ്റ്റ് വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റിനുള്ള ഒരു മീനിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദർ ഈസ് സെവറൽ ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓർ കോസ്റ്റ് കൺസെപ്റ്റ്. ഹിയർ വി ക്യാൻ ഗീവ് ഓൺലി ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് ഓർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓർ ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് കൺസെപ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് കൺസെപ്റ്റ്. ഫസ്റ്റ് വൺ, മണി കോസ്റ്റ്. ഓക്കെ, മണി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് മീൻസ് ദ ടോട്ടൽ മണി എക്സ്പെൻസ് that is incurred by a business firm on the various item entered into production of a particular product. For example, the money payment made on the wages and salaries to workers and managerial staff, payment to raw materials, expense for power light or insurance, transportation, etc. Okay, this all payment are made on the purchase of machinery and equipment, etc. Okay, this constitute of money cost of production. That is, in short, the money cost means it is expressed in the monetary terms, is known as money cost. മോണിറ്ററി ടേംസിൽ ഏതൊക്കെ കോസ്റ്റ് പറയുന്നുണ്ടോ ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മണി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മണി കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് നോമിനൽ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സാലറി ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാലറി എത്രയാണ്, നമ്മൾ 20,000 ആൻഡ് 20,000 അങ്ങനെ ടേംസിൽ മണി ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മണി കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത കോസ്റ്റാണ് റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് പെയിൻ ഓർ അൺപ്ലസൻറ്റ്നെസ് ഓഫ് റിയൽ ഹ്യൂമൻ സാക്രിഫൈസ് ഇൻകേർഡ് ഫോർ പ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് എ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആ ഹ്യൂമൻ ബീയിങ് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മുകളിലുള്ള കോസ്റ്റാണ് എന്ത് പറയുന്നത്, റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് റിയൽ കോസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ ഫിസിക്കൽ ലാബർ ആൻഡ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഫോർ ദ പ്രൊഡക്ഷൻ. ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു എൻ്റർപ്രനർ നൈറ്റിൽ വർക്ക് ചെയ്യണം, ഉറങ്ങാതെ വർക്ക് ചെയ്യണം, അയാൾ ആ ടൈം സാക്രിഫൈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത കോസ്റ്റ് നിങ്ങൾക്കറിയാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് അൾട്ടർനേറ്റീവ് കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പം ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ പറയുന്ന, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് നെക്സ്റ്റ് ബെസ്റ്റ് ഫോർഗോൺ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ കഴിഞ്ഞ കാലം ഏതെങ്കിലും രണ്ട് കോസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാക്രിഫൈസ് ചെയ്ത കോസ്റ്റിന് പറയുന്ന പേരാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ആളുടെ ആരാണ്, വെയ്സർ എന്നുള്ള ആളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓസ്ട്രേലിയൻ എക്കണോമിസ്റ്റ് ആയിരുന്നു അയാൾ. ആരാണ്, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ആൻ ഓസ്ട്രേലിയൻ എക്കണോമിസ്റ്റ്, ദാറ്റ് ഈസ് വെയ്സർ. ഓക്കെ, so the opportunity cost plays an important role for the managerial decision. It is useful in determination of relative price of different goods. ഓക്കെ, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കോസ്റ്റാണ് എക്കണോമിക് കോസ്റ്റ്. ഓക്കെ, എക്കണോമിക് കോസ്റ്റിൽ പറയുന്നത്, എക്കണോമിസ്റ്റ് ആർ ദ വ്യൂ ദാറ്റ് ദ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോട്ട് ഓൺലി ദ പേയ്മെൻറ്റ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ ബൈ ദ പേയ്മെൻറ്റ് ഓഫ് സെൽഫ് ഹോൾഡ് ഫാക്ടേഴ്സ്. ഓക്കെ,
ആർ ടേക്കൺ എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിസ്റ്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്തുമാത്രമുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിലുള്ള കോസ്റ്റ് മാത്രമല്ല വരുന്നത്, അതുപോലെ തന്നെ എന്തും കൂടി വരുന്നുണ്ട് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫോർ സെൽഫ് ഫണ്ട് ഫാക്ടേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന കോസ്റ്റും എക്കണോമിക് കോസ്റ്റിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ഫണ്ട് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുത്തുക. അതുപോലെ ഓണേഴ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് എന്തുള്ളത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ റെൻറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് അത് രണ്ടും കൂടി കൂട്ടി ചേർന്നതിനെയാണ് എന്ത് പറയുന്നത് എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, എക്കണോമിക് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നോട്ട് ഓൺലി ദ പേയ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ ദ പേയ്മെൻറ്റ് ഫോർ ദ സെൽഫ് ഓൺഡ് ഫാക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എന്താ എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് മാർജിനൽ കോസ്റ്റാണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ അതിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റ് അതിനെ നമ്മൾ എന്ത് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എമൗണ്ടും അത് 10,000 ഉള്ളത് 11,000 ആക്കി മാറ്റുമ്പം ആ 1,000ൻ്റെ മുകളിൽ വരുന്ന അഡീഷണൽ ആയിട്ട് എത്രയാണോ കോസ്റ്റ് വരുന്നത് ആ കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് എൻ അഡീഷണൽ യൂണിറ്റ്. ഓക്കെ, അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഓൾറെഡി ബീൻ ഇൻകേർഡ് ആൻഡ് വിച്ച് cannot be changed by the any decision made now or the future time. Okay, so this is the past or historical cost. Is it clear? So the cost incurred in the purchase of fixed asset is an example of sunk cost. Sunk cost എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പാസ്റ്റ് കോസ്റ്റാണ്. അതിൻ്റെ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് ചേഞ്ചസ് ആ കോസ്റ്റിൽ നമുക്ക് ചേഞ്ചസോ കാര്യങ്ങളോ നടത്താൻ ഫ്യൂച്ചറിലോ ഇപ്പോഴോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ടൈപ്സ് ഓഫ് കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടിൻ്റെ മുകളിൽ ഫിക്സ്ഡ് അസറ്റിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എപ്പോഴും കാണിക്കാം. അതിനെ നമ്മൾ എന്ത് പറയുന്നത് സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫിക്സ്ഡ് അസറ്റിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റുകളെല്ലാം സങ്ക് കോസ്റ്റുകളാണ്. ഓക്കെ, ദെൻ അടുത്ത കോസ്റ്റാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോസ്റ്റ്, ദീസ് ആർ ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി. ഇപ്പം ഇവിടെ നമുക്ക് ഇൻക്രിമെൻ്റൽ കോസ്റ്റിന് എക്സാമ്പിൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2 ചാക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 rupees ആയിരുന്നു. അത് പക്ഷേ 3 ആയപ്പോൾ എന്തായി 150 ആയി. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിലും ഇൻക്രീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റവന്യൂവിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് വരുന്നുണ്ട്. ഓക്കെ, കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും ചെയ്യുന്നുണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്, റവന്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഇൻക്രിമെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ലെവൽ ഓർ മെത്തേഡ് ഓഫ് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് കോസ്റ്റ് മാതിരി മാർജിനൽ കോസ്റ്റ് മാതിരി മെത്തേഡിൽ ചേഞ്ചസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പം കോസ്റ്റിൽ ഇൻക്രിമെൻറ്റ് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്ത കോസ്റ്റാണ് സോഷ്യൽ കോസ്റ്റ്. ഓക്കെ, എന്തായിരിക്കും സോഷ്യൽ കോസ്റ്റ്? അതിൻ്റെ വേർഡ് മീനിങ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്സ് കോസ്റ്റ് വിൽ ബി ഇൻകേർഡ് നോട്ട് ഓൺലി ബൈ ദ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് ബട്ട് ഓൾസോ ബൈ ദി സൊസൈറ്റി. ഓക്കെ, സോ ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് റിസോഴ്സസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ കമോഡിറ്റി ഈസ് നോൺ ആസ് സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് ഫേം ഓപ്പറേറ്റ് ചെയ്യുമ്പം ആ ബിസിനസ് ഫേമിന് മാത്രമുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവുക, മറിച്ച് അവരൊരു സൊസൈറ്റീൻ്റെ ഇടയിലായിരിക്കും ബിസിനസ് നടത്തി പോകുന്നത്. അപ്പോൾ അവിടുത്തെ ലാൻഡ് യൂസ് ചെയ്യുമ്പോഴും അവിടുത്തെ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോഴും അവിടുത്തെ സൊസൈറ്റീൻ്റെ മുകളിലൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കൂടുതലായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ എന്തിന് ചാൻസ് ഉണ്ട്? പൊല്യൂഷന് ചാൻസ് ഉണ്ട്. ആ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സോഷ്യൽ കോസ്റ്റാണ്. ഓക്കെ, that means it is a cost that is not borne by the firm but is incurred by the others of the society ആണ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എന്താ സോഷ്യൽ കോസ്റ്റ്? ദെൻ അടുത്ത കോസ്റ്റാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും. ഓക്കെ, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ നോട്ട് പെയ്ഡ് ഇൻ ദ ക്യാഷ് ടു എനി വൺ. ഓക്കെ, ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്താത്ത കോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദിസ് ആർ നോട്ട് ആക്ച്വലി ഇൻകർഡ് ബട്ട് ദ കമ്പ്യൂട്ടഡ് for decision making purpose. These are the costs which is the entrepreneur pay to himself. For example, rent charged on the owned premises, or wages for the entrepreneur, or interest earned by the capital, etc. So the implicit cost are also known as imputed cost or hypothetical cost. ഇംപ്ലിസിറ്റ് കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഏതൊക്കെ, ഇമ്പ്യൂട്ടഡ് കോസ്റ്റും എന്നും പറയും, ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് എന്നും പറയും. അപ്പം വാട്ട് യു മീൻ ബൈ ദ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ പറയാം, ഇംപ്ലിസിറ്റ് കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് എന്നും ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്നും. ഓക്കെ, ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പേയ്മെൻറ്റ് നടത്തുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ബിൽഡിങ്ങിന് നമ്മളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ വരുന്നൊരു കോസ്റ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ദോസ് കോസ്റ്റ് വിച്ച് ആർ ആക്ച്വലി പെയ്ഡ്. So they are paid out for the cash. That means payment is made to others are called explicit costs. Okay, so the explicit costs are those cash payment which firm to outsider for their services and goods. എക്സ്പ്ലിസിറ്റ് ഗുഡ്സ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഏതൊക്കെ കോസ്റ്റ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇംപ്ലിസിറ്റ് മീൻസ് നമ്മൾക്ക് നൽകേണ്ട കോസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ചാർജ് കൊടുക്കേണ്ടത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി പേയ്മെൻറ്റ് നടത്തൂല, ക്യാഷ് പേയ്മെൻറ്റ് കാണിക്കില്ല. എന്നാൽ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് കാണിക്കുന്ന തരത്തിലുള്ള കോസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് അറിയപ്പെടും. ഓക്കെ, ഇനി അടുത്തതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ പാറ്റേൺ ഓഫ് പ്രൊഡക്ഷൻ ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, that means the difference of total cost between the two alternatives. Okay, differential cost refers to the difference between the cost of two alternative decisions ഇനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലുള്ള മാറ്റം കാരണം, അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കോസ്റ്റാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, accounting costs represent all such expenditure which are incurred by a firm on factors of production. Okay, so this accounting costs are explicit costs. In short, all item of expense appearing on the debit side of the trading and profit and loss account of the firm represent the accounting cost. Accounting cost എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിന് മനസ്സിലാക്കാനുള്ള ഒരു സാധനമാണ്. എന്തൊക്കെ കോസ്റ്റാണോ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഏതൊക്കെ കോസ്റ്റാണോ ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ഇൻകേർഡ് ഫോർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. That means all cost that is appearing on the debit side of the trading and profit and loss account of the firm that represent the accounting cost. Okay, accounting cost can be classified into mainly four types, that is direct material cost, direct labor cost, direct expense cost, then direct indirect expenses. Okay, we can discuss each and every one. First one, direct material cost. Direct material cost means that is a cost incurred for the purchase of direct material is called direct material cost. Okay, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ലേബർ വിച്ച് ഈസ് ഡയറക്റ്റ്ലി ചാർജ്ഡ് ടു ദി പ്രൊഡക്ഷൻ. Okay, so the cost incurred on the direct labor is called direct labor cost or direct wages. Okay, direct labor is that labor which can be directly charged to the product or process or a job. Okay, then direct expenses. Direct expenses of those expenses which are neither by direct material nor direct labor but are directly charged for the product or job process. Okay, ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ്, ഡിസൈൻ, പാറ്റേൺസ് ഒക്കെ നമ്മളെന്ത് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസിൽ പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ചാർജിൽ പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഓൾസോ
കോൾഡ് ചാർജബിൾ എക്സ്പെൻസ്. ഓക്കെ, ചാർജബിൾ എക്സ്പെൻസും എന്നും നമ്മുടെ എന്തിന് പറയും? ഡയറക്റ്റ് എക്സ്പെൻസിനെ പറയും. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓർ ദോസ് എക്സ്പെൻസസ് ഓൾ എക്സ്പെൻസസ് ആർ അതർ ദാൻ ദ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഓഫ് ദീസ് കോമൺ കോസ്റ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള 3 ഐറ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താത്തത് ആ എല്ലാ ഐറ്റവും ഇതിൽ വരും എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, സോ ദിസ് കോസ്റ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ പ്രോസസ്, ജോബ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സോ ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ അപ്പോർഷൻഡ് എമംഗ് ദ പ്രൊഡക്റ്റ് ഓർ പ്രോസസ് ഓൺ ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇൻഡയറക്റ്റ് കോസ്റ്റിനുള്ള എക്സാമ്പിളാണ് റെൻറ്റ്, സാലറീസ്, അഡ്വർടൈസ്മെൻറ്റ്, ലീഗൽ ചാർജസ് ഒക്കെ നമ്മൾ എന്തിൽ കണ്ടിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അക്കൗണ്ടിങ് കോസ്റ്റ് പറഞ്ഞു. ഇനി ലാസ്റ്റ് വൺ പ്രൈവറ്റ് കോസ്റ്റ് ആണ്. പ്രൈവറ്റ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ബൈ എ ഫേം ഫോർ എ പ്രൊഡക്ഷൻ. ദിസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എഫക്റ്റ് ഓഫ് പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റി ഓൺ ദി സൊസൈറ്റി. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൻ്റെ മറ്റൊരു പേര് പ്രൈവറ്റ് കോസ്റ്റ് എന്നും പറയപ്പെടും. സോ ദ പ്രൈവറ്റ് കോസ്റ്റ് ആർ ഇൻകേർഡ് ബൈ എ ഫേം പ്രൊഡ്യൂസിങ് എ കമ്മോഡിറ്റി ഓർ സർവീസസ്. ഓക്കെ, സോ ഓൾ ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ഫേം ഓർ പ്രൊഡ്യൂസേഴ്സ് ആർ പ്രൈവറ്റ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫേം അല്ലെങ്കിൽ ആ ഓൺടർപ്രണർ എന്തൊക്കെ കോസ്റ്റ് വഹിക്കുന്നുണ്ടോ ആ കോസ്റ്റിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രൈവറ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് ദ എക്സ്പ്ലിസിറ്റ് cost and implicit cost. Okay, so the private costs have to be borne by only those person or firms who make a decision. Okay, so this do not include in the effect of produced commodity on the society. Okay, private cost എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റും ഉൾപ്പെടും, എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഉൾപ്പെടും. എന്തൊക്കെയാണോ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിലവ് വന്നിട്ടുള്ളത് അത് ഉള്ളിലായാലും പുറത്തേക്കുള്ളത്, ദാറ്റ് മീൻസ് ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റുമായിട്ടുള്ള എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ടോ ആ കോസ്റ്റുകളൊക്കെ എന്ത് ഉൾപ്പെടും എന്നാണ് പറയുന്നത്? പ്രൈവറ്റ് കോസ്റ്റിൽ പെടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ് മീ കൺക്ലൂഡ്. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? എന്താണ് കോസ്റ്റ് എന്ന് പറയാൻ. കോസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടാവോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മെയിനായിട്ട് 12 ടൈപ്സ് ഓഫ് കോസ്റ്റ് പറഞ്ഞു. ഏതൊക്കെ ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണെന്നും പറഞ്ഞു അല്ലേ? ക്ലിയർ ആണല്ലോ? സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.